ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംഖ്യകളുടെ അടിസ്ഥാനം പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക്. സംഖ്യകൾ ഒരു എത്തിനോട്ടം ഭാഗം 2. ഭിന്നസംഖ്യകൾ. ഈ ആപ്പിൾ ഐഷയുടേതാണ് എന്ന് വിചാരിക്കുക. അവൾ അത് തിന്നതിന് ഇടയ്ക്ക് ഇഹാൻ വന്ന് ചോദിച്ചു, എനിക്കും അതിൻ്റെ കഷ്ണം തായോ? ഐഷ ആപ്പിളിൽ നിന്ന് ചെറിയൊരു കഷ്ണം എടുത്തു കൊടുത്തപ്പോൾ ഇഹാൻ പകുതിയെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഐഷ ആപ്പിളിൻ്റെ പകുതി കൊടുത്തു. ഇഹാൻ പകുതി തിന്നുമ്പോൾ അവൻ്റെ ഏട്ടൻ ഹാനി വന്ന് ചോദിച്ചു, ഈ ആപ്പിളിൻ്റെ പകുതി എനിക്ക് തരുമോ? എനിക്കോ പകുതി, അതിൻ്റെ പകുതി നിനക്കും എന്ന് മന്ത്രിച്ചുകൊണ്ട് ഇഹാൻ ആപ്പിളിൻ്റെ പകുതി ഹാനിക്ക് കൊടുത്തു. ഹാനിയുടെ ഒരു കൂട്ടുകാരൻ ഹാനി ആപ്പിളിൻ്റെ പകുതി കൊടുത്തു. അപ്പോൾ ചെറിയ കുട്ടിയായ ഇഹാൻ ചോദിച്ചു, ഈ ആപ്പിളിൻ്റെ അരഭാഗത്തിന് പകുതി എന്ന് പറയും, അതുപോലെ ആപ്പിളിൻ്റെ അരഭാഗത്തിന് പകുതി എന്ന് പറയുമെങ്കിൽ ഇത് ഇങ്ങനെ എത്ര തുടരാൻ കഴിയും? ആപ്പിളിൻ്റെ പകുതി എന്ന് പറയാൻ കഴിയുമോ? ഇവിടെയാണ് ഭിന്നസംഖ്യയുടെ ഉപയോഗം വരുന്നത്. കാര്യങ്ങൾക്ക് കൃത്യതയേകുന്ന ഗണിതത്തിന് കൃത്യതയേകണമെങ്കിൽ ഭിന്നസംഖ്യകൾ കൂടിയേ തീരൂ. ഒരു മുഴുവൻ വസ്തുവിനെയും ഭാഗങ്ങൾ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഭിന്നസംഖ്യകൾ. ഉദാഹരണത്തിന്, ഒരു പിസയെ 4 കഷ്ണങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. അതിനാൽ അതിൻ്റെ ഓരോ കഷ്ണം പിസയുടെ 1/4 ആയി പ്രതിനിധീകരിക്കുന്നു. 1 എന്നത് ന്യൂമറേറ്ററും 4 എന്നത് ഡിനോമിനേറ്ററുമാണ്. 1/4 അഥവാ 4 കഷ്ണങ്ങളിൽ 1, അല്ലെങ്കിൽ 9/8 9ൽ 8. അതായത് ഒരു സാധനത്തിനെ 9 കഷ്ണങ്ങളാക്കിയാൽ അതിൽ 8 എണ്ണം.